അഷ്ടമുടിക്കായലിൽ നടന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവ ജേതാവായി വിയ്യപുരം ചുണ്ടൻ. 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം കാരിച്ചാൽ ചുണ്ടനും നേടി. ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 19ഓളം വള്ളങ്ങൾ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് വള്ളംകളി മത്സരത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത്തവണയും അഷ്ടമുടിയെ ആവേശഭരിതമാക്കിയായിരുന്നു പ്രസിഡന്റ്സ് ട്രോഫി ഫൈനൽ. ഹീറ്റ്സ് മത്സരങ്ങളിൽ വിജയിച്ച കാരിച്ചാലും വിയ്യപുരവും നിരണവും ഫൈനലിൽ നേർക്കുനേർ. ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കാരിച്ചാലിനെ പിന്തള്ളി വിയ്യപുരം തുടർച്ചയായ 2ാം തവണയും പ്രസിഡന്റ്സ് ട്രോഫിയിൽ മുത്തമിട്ടു. 2ാം സ്ഥാനത്തെത്തിയെങ്കിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ 58 പോയിന്റുമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 4ാം എഡിഷൻ കിരീടം സ്വന്തമാക്കി. സിബിഎല്ലിൽ 57 പോയിന്റുമായി VBC കൈനഗരിയുടെ വിയ്യപുരം ചുണ്ടൻ 2ാം സ്ഥാനത്തും നിരണം 3ാം സ്ഥാനത്തും എത്തി. നേരത്തെ മേയർ പ്രസന്ന ഏണസ്റ്റ് പതാക ഉയർത്തിയതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. NK പ്രേമചന്ദ്രൻ MP ജലമേള ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ M. മുകേഷ്, M. നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, ജില്ലാ കളക്ടർ N. ദേവിദാസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. CBL ജേതാക്കൾക്ക് 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കാണികളുടെ നിറസാന്നിധ്യം ജലമേളയെ ആവേശഭരിതമാക്കി. നല്ലൊരു എക്സൈറ്റ്മെന്റ്. വനിതകളുടെ റേസ് ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. നല്ലൊരു എക്സൈറ്റ്മെന്റ്. ജലമേളകൾ ടൂറിസം മേഖലയ്ക്ക് ഊർജം പകരുമെന്ന് കാണികൾ. ടൂറിസം മേഖലയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അഷ്ടമുടിയെ ഇഷ്ടമുടിയായി കാണുന്ന കൊല്ലത്തിന്റെ വള്ളംകളി പ്രേമികളുടെ നിരാശയും അവർ പങ്കുവച്ചു. എപ്പോഴും ഒരു വിഷമം എന്ന് വെച്ചാൽ കൊല്ലത്തിനൊരു സ്വന്തമായിട്ടൊരു ബോട്ട് ക്ലബ്ബ് ഇല്ല. ഈ ഒരു ഇതിൽ മത്സരിക്കാനായിട്ട് മിക്കതും ആലപ്പുഴ സൈഡിൽ നിന്നാണ് ഇതിനായി വരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് CBL 4ാം സീസൺ ഇത്തവണ ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കയുണ്ടായിരുന്നു. അതായത് വൈകിയാണെങ്കിൽ പോലും വള്ളംകളി പ്രേമികളൊക്കെ എത്തി തുടങ്ങിയില്ലേ? തീർച്ചയായും വേലൊന്ന് താന്നു കഴിഞ്ഞപ്പോൾ ജനം ആഘോഷം ഏറ്റെടുത്തു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് സീസണിലെ 6 മത്സരങ്ങളും പൂർത്തിയാക്കിയത്. വൈകിയെങ്കിലും രാജകീയമായിരുന്നു ഫൈനൽ പോരാട്ടങ്ങൾ. പ്രസിഡന്റ്സ് ട്രോഫിയിൽ വിയ്യപുരവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 4ാം എഡിഷനിൽ കാരിച്ചാലും ജേതാക്കളായപ്പോൾ വള്ളംകളി പ്രേമികൾക്ക് സമ്മാനിച്ചത് അവിസ്മരണീയ നിമിഷങ്ങളാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജിനോടൊപ്പം B. ശ്രീകുമാർ.